സംഗതി. അപ്പോൾ ഹിക്മ ചിലപ്പോൾ നടന്നു എന്ന് വരും, അല്ലെങ്കിൽ നടക്കാതിരിക്കുകയും ചെയ്തേക്കാം. അതാണ് ഹിക്മ എന്ന് പറഞ്ഞത്. ഇത് മനസ്സിലായത് ഹിക്മത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അസീസിയ ഹിക്മത്തും ഒന്ന് അലീമിയ ഹിക്മത്തും ഉണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ യുക്തി തന്നെയാണ്. പക്ഷെ എന്തല്ല, വിമർശിക്കപ്പെടുന്ന യുക്തിവാദമല്ല. സാധനം ഇതൊക്കെ യുക്തി തന്നെയാണ്. ഹിക്മത്തിന് രണ്ട് തലമുണ്ട്. ഒന്ന് അസീസിയ ഹിക്മത്തുണ്ട്, ഒന്ന് അലീമിയ ഹിക്മത്തുണ്ട്. അസീസിയായ ഹിക്മത്ത് എന്ന് പറയുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതും അലീമിയ ഹിക്മത്ത് എന്ന് പറയുന്നത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതുമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞു, ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് കേൾക്കാൻ തോന്നും, അതനുസരിക്കാനായിട്ട് തോന്നും. എന്താ കാരണം? അതാണ് അസീസിയ ഹിക്മത്ത് പറഞ്ഞത്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടിൽ മൊല്ലാക്കാർ ഉണ്ടാവും. അപ്പോൾ മൊല്ലാക്ക പള്ളിയിൽ ബാങ്ക് കൊടുത്താണ്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് പേരേക്ക് ഇങ്ങനെ പോകുമ്പോൾ പീഡിയക്കൊലയുമ്പോൾ ഇരിക്കുന്ന ആൾക്കാർക്ക് നീച്ചിക്കാൻ അങ്ങോട്ട് തോന്നും. അതെന്താ കാരണം? അത് മൊല്ലാക്കാക്ക് അലിക്കുമുണ്ട് എന്നുള്ളതാണ് കാരണം. യോഗ്യതയുണ്ട്, അസീസിയത്ത്. ഇതാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള സംസാരം എന്ന് പറയുന്നത്. രണ്ടാമത്തത് അലീമിയായതാണ്. വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ, കാരണങ്ങൾ, അവ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇല്ലത്തുകൾ, ഹീലത്തുകൾ എല്ലാം പറഞ്ഞുകൊണ്ട് വിഷയത്തെ ബോധിപ്പിച്ച് കൊടുക്കുന്നതിനാണ് അലീമിയ ഹിക്മത്ത്. പറഞ്ഞ് മനസ്സിലാവുകയാണ് പറഞ്ഞു അറിയില്ലേ, ആണ് അസീസിയായത്. അല്ല, അലീമിയായത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മറ്റേത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ തോനെ വർത്താനൊന്നും വേണ്ടി വരില്ല. ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടിയാൽ മതി എന്ന് എഴുതിയിട്ട് നമ്മൾ ചെവിയൊക്കെ കൂർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴാണ്. മറ്റേത് ഇങ്ങനെ പറഞ്ഞു കേട്ടതിന് ശേഷം പോകുമ്പോൾ ഇവർ കുറേ എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ നമുക്കൊന്നും തിരിഞ്ഞില്ല അറിയും. അങ്ങനെയുണ്ട് സംഗതി. അപ്പോൾ ഇത് രണ്ടുമാണ് സംഗതി. ഇത് രണ്ടും മംദൂഹാണ്. അതായത് യുക്തിയിൽ രണ്ടെണ്ണം ഉണ്ട്. മംദൂഹമുണ്ട്, മദ്മൂമും ഉണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തി വളരെയധികം ചിന്തിക്കുകയും അതിനനുസരിച്ച് വളരെയധികം തത്വങ്ങൾ പറയുകയും ചെയ്ത ആളാണ്. അതും യുക്തി തന്നെയാണ്, പക്ഷെ മംദൂഹാണ്, സ്തുതിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു ഗുണം, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹിക്മത്ത് നമുക്ക് പറയാം, പക്ഷെ അത് ഈമാനല്ല. ഹബീബിങ്ങളെ ഉദാഹരണം പറയാം. മൂത്രത്തിൽ തുപ്പരുതേ. എന്തേ? പല്ല് മഞ്ഞ നിറമാകും. അതിൻ്റെ ഹിക്മത്താണ്. പല്ല് മഞ്ഞ നിറം ആവില്ല എന്ന് വിചാരിക്കുന്ന തുപ്പാൻ പാടുണ്ടോ? ഇല്ല, അത് വേറെ സാധനമാണ്. പറഞ്ഞൊക്കെ നമുക്ക് എന്നേ ഉള്ളൂ. ഒത്തില്ലെങ്കിലും തുപ്പാൻ പാടില്ല എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്.